ആസ്കി ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ലൈറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്കിപ്പോൾ 3 പോയിന്റ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു തുള്ളി ഷാഡ് വരാൻ പാടില്ല, അല്ലെങ്കിൽ ചെറിയൊരു കോൺട്രാസ്റ്റ് ഡിഫറൻസ് മാത്രമേ നമ്മൾ ചെയ്യും. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ, ഒരു ഔട്ട്ഡോർ പുറമേ നിന്ന് ചെയ്യുമ്പോഴുള്ള ഒരു കറക്റ്റ് ഒന്നുകൂടി ഇപ്പുറത്ത് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൽ ലൈറ്റ് ചെയ്ത് ഉണ്ടോ, ഇവിടുന്ന് ഇത്രയും ഇങ്ങനെ ഒരു ഡാർക്ക് പോർഷനാണ്, ഇവിടെ ഇത്രയും ഏരിയ ഡാർക്കാണ്. ഡാർക്ക് ഇൻ ദ സെൻസ് കോൺട്രാസ്റ്റ് ആൻഡ് ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. ഇത്രയും ഏരിയ ആണ് ഇതിൽ ഹൈലൈറ്റ് ഉള്ളത്. പിന്നെ ഒബ്വിയസ്ലി ക്യാരക്ടർ ആക്ട് ചെയ്യാൻ അറിയണം. ഇതെന്ത് ലൈറ്റപ്പ് ചെയ്തിട്ടും കാര്യമില്ല. വേറെ കാര്യം ഡയറക്ഷനും ആക്ടിങ്ങും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തതിനൊക്കെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അതേപോലെ കോസ്റ്റ്യൂംസിൻ്റെ അത് തരുന്ന ഒരു ഫീല്, അതൊരു സെപ്പറേഷൻ തരുന്ന ആ ഒരു ഫീല് ഫ്രം ദ ബാക്ക്ഗ്രൗണ്ട്. ആക്ച്വലി ഇതിൽ കളേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു യെല്ലോ, അതേപോലെ ഒരു സിയാം പോലത്തെ ഒരു ഗ്രീൻ, പിന്നെ ഇവിടെ കുറച്ച് ഗ്രീൻ, ഇവിടെ ഇത്, പിന്നെ സ്കിൻ ടോണ് ബ്ലാക്ക്, ഇത്രയും കളേഴ്സാണ് ഇവിടെ ആകെ വന്നിട്ടുള്ളത്. പക്ഷെ അതെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ പോർഷൻ, ഇവിടെ ഒരു വൈറ്റ് ഇത് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ചെറിയൊരു ബോർഡിൻ്റെ റെഫറൻസും. ഇതിൽ പിന്നെ ലൈറ്റ്സിൻ്റെ സോഴ്സ് നമുക്കറിയാം. ഇപ്പോൾ അതെനിക്ക് ഇവിടെ വരച്ച് കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് ഏകദേശം ഇവിടെ ആയിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ഇതിൽ വരയ്ക്കുമ്പോൾ ഈ സൈഡായി പോകും. അതുകൊണ്ട് സൈഡ് എന്നല്ല, ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഇത് വരയ്ക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് 3Dയിൽ മാത്രമേ അത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പോർഷനിലാണ് ലൈറ്റ് വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇങ്ങനെ ഇവിടെ ആയിട്ടാണ് ഈ ലൈറ്റ് വരുന്നത്. അതിൻ്റെ ഒരു ഹിറ്റാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഡിഫ്യൂസർ ബൗൺസർ വെച്ചിട്ട് നല്ല രീതിയിൽ സോഫ്റ്റൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സൺലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ റീബൗൺസ് ചെയ്തിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ ചില ബൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല സോഫ്റ്റ് ചെയ്ത് ബൗൺസ് ചെയ്യാൻ പറ്റും. അത് ഇനിയിപ്പോൾ ബൗൺസ് തന്നെ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു നല്ലൊരു ഡിഫ്യൂസർ വെച്ചിട്ട് ഈ ലൈറ്റിനെ സോഫ്റ്റൻ ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റ് ലൈറ്റിംഗ് ആണ് ഇവിടെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഷോട്ടാണ്. ഇതിൻ്റെ ഒരു വീഡിയോയിൽ സീനിലത് കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കറക്റ്റ് അറിയാം. ഇതിൽ നോക്കിക്കേ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളേഴ്സ് ഒന്നും കൂടി നോക്കാം. ഇത്ര ഏരിയ ഒരു പിങ്കിഷ് ഒരു കളറ്, ഇവിടെ ഒരു യെല്ലോ ഒരു ഇതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഫ്ലാറ്റാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ് ഇത് തരുന്നത്. ഇതിൻ്റെ ഇവിടെ ഒരു ലെയർ ഉണ്ട് ഫ്രണ്ടിൽ, ഇങ്ങനെ ഒരു ലെയർ, ഒരു ക്ലോത്തിങ് പോലത്തെ എന്തോ ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ഔട്ടിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഫോക്കസ് ഔട്ടാണ് കംപ്ലീറ്റ്ലി. ഫുൾ അറ്റൻഷൻ ഇപ്പോൾ ഇരിക്കുന്നത് നിവിൻ പോളിൻ്റെ ഫേസിലേക്കാണ്. അതൊരു വല്ലാത്തൊരു മാരക ഫ്രെയിം. ആ ഒരു ഫീൽ ഒരു തുള്ളി പോലും ചോർന്നു പോകാത്ത രീതിയിലാണ് ഈ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അകത്തും നിവിൻ്റെ ഒരു ആക്ടിങ് ബ്രില്യൻ്റ് ഇതിൽ ഭയങ്കരമായിട്ട്, പുള്ളീൻ്റെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു സാധനം നന്നായിട്ടുണ്ട്. അതേപോലെ ഇവിടെ വേറെ കുറച്ച് കളേഴ്സ്, അതായത് ആ പാർട്ടീൻ്റെ കുറച്ച് കളേഴ്സുള്ള ആ കളറുകൾ ചൂസ് ചെയ്തിരിക്കുന്ന ഏരിയ. ഇപ്പോൾ റെഡ്, ഈ ഒരു ഏരിയ റെഡാണ്, ഈ പുള്ളി റെഡാണ്, ഇവിടെ റെഡ് എന്നുള്ളതിൻ്റെ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നിവിൻ്റെ വൈറ്റ് ടീഷർട്ടാണ് നിവിൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഞാൻ ഹൈലൈറ്റ്സ് ഒന്നും കൂടി മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹൈലൈറ്റ്സ് ഉണ്ട്. ഇതുണ്ടെങ്കിലും നിവിനെ എത്രത്തോളം സോഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല സോഫ്റ്റ് ലൈറ്റിങ്ങിലാണ് നിവിനെ കാണുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഹൈലൈറ്റ്സോ, ബാക്കി ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നിവിനെ ചെയ്തിരിക്കുന്ന രീതിയുണ്ടോ ഭയങ്കര സോഫ്റ്റ്. അതിന് പുള്ളിക്ക് ഇമോഷണലി പുള്ളി ആ ഒരു റൊമാൻറ്റിക് ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഒരു ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സീൻ, ഈ ഒരു സീനിൽ ഒരു നല്ലൊരു ഹൈലൈറ്റാണ് കംപ്ലീറ്റ്ലി ഫേസിലേക്ക് വരുന്നത്. കാരണം ഇത് ഔട്ട്ഡോർ ആണ്, പുറമെയാണെന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു. പക്ഷേ ഇവിടെ നമുക്ക് ആദ്യം ഷാഡോസിനെ കുറച്ചൊന്ന് നോക്കാം. ഷാഡോസ് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അതായത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ സൺഷെയ്ഡ് ഏകദേശം ഞാൻ ഇപ്പോൾ റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ സൺഷെയ്ഡ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇതുള്ളൊരു ബിൽഡിംഗ് ആയിരിക്കാം ഒരു. പക്ഷേ അതല്ലെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ലൈറ്റിൽ
അപ്പോൾ ഇവിടെയാണല്ലോ ലൈറ്റ് ഉണ്ടാവുക. കുറച്ചുകൂടി കളർ ഇടാം. ഇത് ഇഷയാണ്, ഇഷേൻ്റെ മേത്താണ് ഇപ്പോൾ ലൈറ്റിനെ വരയ്ക്കുന്നത്. അപ്പം ഇവിടെ ആയിരിക്കുമല്ലോ ലൈറ്റ് ഉണ്ടാവുക, ഇങ്ങനെ ആയിരിക്കും ലൈറ്റ്. അപ്പം ഈ ലൈറ്റിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കട്ടൗട്ട് ഒരു ഇപ്പോൾ ബാലൻഡോർ പോലെ നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇതിൽ തന്നെ ലൈറ്റിനെ ഒരു അതായത് ഇങ്ങനെ എല്ല് പോലത്തെ ഒരു സംഭവം, ഈ ഷേപ്പിനെ എന്താണോ ഇവിടുത്തെ ഈ ഒരു ഷേപ്പ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ല് പോലൊരു സംഭവം വെച്ചിട്ട് നമ്മളിവിടെ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്നാണല്ലോ ലൈറ്റ് സോഴ്സ് വരുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ലൈറ്റ് ഇതിലേക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള ഒരു, അതായത് ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ വരുന്ന ഇവിടെ ഇങ്ങനെ തട്ടുന്നു, കുറച്ചുകൂടി ഇത് കുറച്ചിടാം. ഓക്കെ, ഒരു സെക്കൻഡ്. ലൈറ്റ് ഇങ്ങനെ വന്ന് തട്ടുന്ന സമയത്ത് ഇതേപോലത്തെ ഷാഡോ ഇവിടെ ഫോം ചെയ്യും. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊരു മെത്തേഡ്. ഇനി അതല്ല, ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇതൊന്നും വായിച്ചോളാം. ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ബിൽഡിങ്ങിന് സൺഷെയ്ഡ് ഉണ്ടാവും. ഇപ്പോൾ സൺഷെയ്ഡിൻ്റെ ഇങ്ങനെയുള്ള ഷാഡോ വന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈറ്റ് ഒരു കുറച്ചുകൂടി പവറിൽ ഒരു സെർട്ടൺ ആംഗിളിൽ നിന്ന് ഇത്രയും ഉയരത്തുനിന്ന് കുറച്ചുകൂടി ഉയരത്തുനിന്ന് ഒരു ലൈറ്റ് സോഴ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഈ ഒരു ഷാഡോ ഉണ്ടാവും. അപ്പം ഈ ഷാഡോ ഉണ്ടെങ്കിലും ഇത് ലിറ്റിൽ ഫാർ ഫ്രം ദ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഇവിടെയാണ്, നിവിൻ കുറച്ച് ഇവിടെയാണ് ഉള്ളെങ്കിലും ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് ഉള്ളത്. ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസിലാണ് നിവിൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിവിൻ്റെ ഷാഡോ അങ്ങോട്ട് വരില്ല. അപ്പം നിവിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ വേറെ ഒരു സെപ്പറേറ്റ് ലൈറ്റ്, അതായത് ക്യാരക്ടറിന് ഒരു കീ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ്. ആ ലൈറ്റ് സോഴ്സാണ് നിവിൻ്റെ മുഖത്തേക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കീ ഇടുന്നത്. അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഹൈറ്റിലാണ്. കാരണം നമുക്ക് നിവിൻ്റെ ഫേസിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ഷാഡോ കാണാം. അപ്പോൾ അതിൽ നിന്ന് അതേപോലെ ഈ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്തും ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഷാഡോ കണ്ടാൽ നമുക്കറിയാം സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ഉയരത്തിൽ തന്നെയാണ് അടുത്ത ലൈറ്റും കൂടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് ഹിറ്റ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഷാഡോ വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ആംഗിളിലാണ് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ സൺലൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റ്സ് കാണാം. അതൊരു ഈ ഒരു ഈവനിങ് ഗോൾഡൻ ടൈം, മോർണിംഗ് ഗോൾഡൻ ടൈം ഒരു മൂഡാണ് ഇത് തരുന്നത്. ഇത് അതേപോലെ ഇതൊരു റിം ഫീൽ ചെയ്യുന്നൊരു എഫക്റ്റ്. ആ മുടീൻ്റെ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഷോട്ട് ഉണ്ട്, ഞാൻ സ്ക്രീൻഷോട്ടിൽ മിസ്സായി പോയതാണ് എടുത്തപ്പോൾ. അതെനിക്ക് ഓർമ്മയുണ്ട് ആ ഷോട്ട്. അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുമില്ല, നമ്മുടെ ക്യാരക്ടറിൻ്റെ ബാക്കിൽ നിന്നാണ് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെ ആ ലൈറ്റിൻ്റെ കുറച്ച് പവർഫുൾ ലൈറ്റാണ്. ഒരു സെക്കൻഡ്, കുറച്ച് പവർഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റാണ്. അപ്പോൾ ആ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലാണ് ആ ലൈറ്റ് തരുന്നത്. ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു നിവിൻ എങ്ങനെയാണോ ഐഷനെ കാണുന്നത്, ആ ഒരു ഐഷനെ എങ്ങനെയാണ് ഇഷ തൽവാറിനെ കാണുന്ന ആ ഒരു കംപ്ലീറ്റ് ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ഈ ഒരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ്റെ സൈഡ് പ്രൊഫൈല്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഷാഡോസും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഷാഡോ മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ലൈറ്റ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഇവിടെ ഒരു ഷാഡോ കാണാം. അതേപോലെ ഇവിടെയൊക്കെ നല്ല ഷാർപ്പ് ക്രിസ്പൻ ഇതിലാണ് കിടക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ നൈറ്റ് കണ്ടപ്പം ഇത്രയും പോർഷനിൽ ഡാർക്ക് കണ്ടായിരുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഇത്രയും പോർഷനിൽ വൈറ്റിഷ് എന്തൊരു സംഭവമുള്ള പകല്, നേരത്തെ ഡാർക്കിൽ ഇത് വൈറ്റിഷിൽ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത്. ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ മുമ്പ് റൂളൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ റൂള് വരിക. ഇപ്പോൾ ക്യാരക്ടർ കറക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ആ ഒരു കറക്റ്റ് ഷാർപ്പ് എഡ്ജ് കട്ട് ചെയ്തിട്ട് നിവിനെ കാണിച്ചിരിക്കുകയാണ്. ക്രോസ് സെക്ഷൻ പോലെ ഉണ്ട്. ഇനി അടുത്ത ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള എനിക്ക് ഈ ഫിലിമിന് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഒരു അടിപൊളി സാധനം ഇവിടെ നമുക്ക് നോക്കാം. ഒരു വോളിമെട്രിക് കൈൻഡ് ഓഫ് ലൈറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലൈറ്റിംഗ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഇതാണ് സോഴ്സ് ഓഫ് ലൈറ്റ്, സൺലൈറ്റ് പോലത്തെ ഇതാണ്. വിൻഡോയിലൂടെയാണ് സോഴ്സ് ഓഫ് ലൈറ്റ് വരുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. ഇതിൽ നമുക്ക് നിവിൻ പോളിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാം. നോട്ട് ഓൺലി നിവിൻ പോളി, ഇനിയാണ് നമുക്കിതിൽ അതാണ് ഫിലിമിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യം. ഇപ്പം ഇവിടെ നമുക്ക് ഫോക്കസ് ഔട്ടിൽ വെജിറ്റബിൾസ് ഉണ്ട്. ഇതിൽ ഓരോ വെജിറ്റബിൾസും ഏതാണ് നമുക്ക് ഈ ഫ്രെയിമിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാൻ വേണ്ടി പറ്റും. വെജിറ്റബിൾസിൻ്റെ ഏരിയ, ഈവൻ ഇവിടെ ഒരു എഗ്ഗ് വരെ ഉണ്ട്. എഗ്ഗ് അത് നമുക്ക് കാണാം. പുള്ളി ചായ ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയ നമുക്ക് മനസ്സിലാവും.
ഇവിടെ ചായ ചായ എടുക്കുന്ന പാത്രം, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഓരോ പേരുകളും ഇതെല്ലാം ഡീറ്റെയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇത് വായിക്കാൻ പറ്റും. ഇവിടെ പഴക്കൊലയുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഏറ്റവും ദൂരെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കാണുന്ന അപ്പുറത്തെ ഷെൽഫിലുള്ള ബോട്ടിൽസ് വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. എവ്രിതിങ് ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടെ ഒരു ഫ്ലാസ്ക്, ഉള്ള ടൊമാറ്റോ, ക്യാരറ്റ്, ഉള്ളി, മുളക് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത്രയും ചെയ്തതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം. ഈ ഏരിയ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഇതിൽ ഇവിടെ ഒരു ക്യാരക്ടറുണ്ട്, ഷിലോവേറ്റിൽ ഒരു ക്യാരക്ടർ, ഒരാൾ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നു. ഇവിടെ നിവിൻ പക്ക ക്ലിയറാണ്. ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട്.